ഗസയിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹം കണ്ടെത്താൻ ഈജിപ്തിന്റെ സഹായത്തോടെയുള്ള തെരച്ചിൽ തുടങ്ങി. തെരച്ചിലിനായി ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് ഹമാസ് പ്രതിനിധികളെ പ്രവേശിപ്പിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. മൃതദേഹങ്ങൾ ഉടൻ കൈമാറണമെന്ന് ഹമാസിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗസയിൽ വിദേശ സേനാ വിന്യാസത്തിൽ പങ്കുചേരാൻ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് മേൽ US സമ്മർദ്ദം തുടരുകയാണ്. ഇസ്രായേൽ കൈമാറിയ അജ്ഞാത മൃതദേഹങ്ങൾ ഗസയിൽ സംസ്കരിച്ചു തുടങ്ങി. വെടിനിർത്തൽ 3 ആഴ്ചയായിട്ടും ദുരിതം മാറാതെ ഗസ നിവാസികൾ. വിവരങ്ങളുമായി MC നാസർ ചേരുന്നുണ്ട്. MCA മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടരുകയാണ്. ഒപ്പം തന്നെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഈജിപ്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. അത് നടപടികളിലേക്ക് കടന്നുവെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇത്ര ദിവസമായിട്ടും ദുരിതം വിട്ടുനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നു, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇതിന് ഊർജിതമായിട്ടുള്ള തെരച്ചിൽ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു മൃതദേഹം അല്പം മുമ്പ് കണ്ടെടുത്തതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ സമയം 11:30 ഈ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറും. തുടർന്ന് റെഡ് ക്രോസ് സംഘം ഇത് ഇസ്രായേലിന് കൈമാറുമെന്ന് ആണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇനി 13 മൃതദേഹങ്ങളായിരുന്നു കൈമാറാനുണ്ടായിരുന്നത്. അതിൽ ഒന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനി 12 മൃതദേഹങ്ങൾ കൂടി മാത്രമാണ് കൈമാറാനുള്ളത്. ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ തെരച്ചിൽ പ്രക്രിയ പല മേഖലകളിലായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിന്റെ സഹകരണത്തോടുകൂടി നവീന ഉപകരണങ്ങളും മറ്റും ഗസയിൽ എത്തിച്ചിട്ടുണ്ട്. അത് തെരച്ചിൽ പ്രക്രിയ കുറെ കൂടി എളുപ്പമാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഇതേ വാഗ്ദാനം തുർക്കി നൽകിയിരുന്നുവെങ്കിൽ പോലും ഇസ്രായേൽ തുർക്കി സംഘത്തിന് ഗസയിലേക്ക് കടക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. അത്തരമൊരു സാഹചര്യം തുടരുകയാണ്. എന്തായാലും ഒട്ടും വൈകാതെ തന്നെ അവശേഷിച്ച ഈ 12 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷേ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യെല്ലോ ലൈൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. ആ ഭാഗങ്ങളിലേക്ക് തെരച്ചിൽ ദീർഘിപ്പിക്കാനും അവിടേക്ക് ഹമാസിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് തടയില്ല എന്നുകൂടി ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് യെല്ലോ ലൈനിലേക്ക് കൂടി ഇന്ന് രാത്രിയോടുകൂടി തെരച്ചിൽ പ്രക്രിയ നീളുമെന്നാണ് ഹമാസ് വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ധന്യ. മാത്രവുമല്ല, ഈ വെടിനിർത്തലിന് ശേഷവുമുള്ള ഈ ആക്രമണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടോ നിലവിൽ? അതിൽ ഏതു തരത്തിലുള്ള പ്രതിഷേധമാണ് ലോകരാജ്യങ്ങളിൽ ഉയരുന്നത്? ഇതിന് ആക്രമണവും അതോടൊപ്പം തന്നെ ഈ വിലക്കും സഹായങ്ങൾ നിത്യം ഒരു 600 ട്രക്കുകളെങ്കിലും കടത്തിവിടുമെന്നായിരുന്നു വെടിനിർത്തൽ കരാറിൽ കൃത്യമായി പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഒരിക്കലും തന്നെ പാലിക്കപ്പെടുന്നില്ല. മാത്രമല്ല, നിത്യം 100 ട്രക്കോ അതിലും കുറഞ്ഞത് മാത്രമാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതും റഫ അതിർത്തി തുറക്കാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. അത്തരം പ്രതിസന്ധികൾ ഇനിയും തുടരുകയാണെങ്കിൽ വെടിനിർത്തലിന്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായി ഒരു സൈനിക കേന്ദ്രം അല്ലെങ്കിൽ സൈനിക സംവിധാനം ഗസയിൽ ഉണ്ടാകണം എന്നൊരു നിർബന്ധമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെക്കുന്നത്. അതിലേക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും മുകളിലും സമ്മർദ്ദം അമേരിക്ക തുടരുകയാണ്. അവരോട് സൈന്യത്തെ അയക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചിരിക്കുന്നത് തുർക്കി ഉൾപ്പെടെയുള്ള ഒരു രാജ്യങ്ങളെയും ഈ സൈനിക സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗസയിലേക്ക് അയക്കാനുള്ള അനുമതി തങ്ങൾ നൽകില്ല. ഇസ്രായേലിന്റെ സുരക്ഷയാണ് പ്രധാനം. അതിന് ഏതൊക്കെ രാജ്യങ്ങൾ ഈ സൈനിക സേനാ വിന്യാസത്തിൽ പങ്കുചേരണമെന്നത് തങ്ങൾ തീരുമാനിക്കും. അതിൽ അമേരിക്കക്ക് പോലും ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശമില്ല. കാരണം ഇത് ഇസ്രായേലിന്റെ മാത്രം സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കണം ഈ സേനാ വിന്യാസത്തിൽ, അത് തങ്ങൾ മാത്രമായിരിക്കും തീരുമാനിക്കുമെന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഹമാസോ അല്ലെങ്കിൽ മറ്റ് ഫലസ്തീൻ കൂട്ടായ്മകളോ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക സാന്നിധ്യം ആ അർത്ഥത്തിൽ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ ഈ പോരാളി സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. അത് നിലവിലുള്ള പ്രതിസന്ധി കുറെ കൂടി സങ്കീർണമാക്കാനുള്ള വലിയ സാധ്യതയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. തന്നെയ മാത്രവുമല്ല, ഇപ്പൊ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അവിടെ ഈ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. മാത്രവുമല്ല, നമുക്കറിയാം ഇപ്പോൾ സഹായ ട്രക്കുകൾ തടയുന്നത് കൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും അതായിരുന്നു. ഭക്ഷണം, വെള്ളം, മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം അതുപോലും ലഭ്യമാകാത്തൊരു സാഹചര്യം, അത് എത്രത്തോളം ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം സഹായങ്ങൾ അവർക്കിപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്?
പിന്നെ ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ 3 ആഴ്ചയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നിട്ട് പോലും ഈ കരാറിൽ പറഞ്ഞ പ്രകാരം വിലക്കുകളില്ലാത്ത സഹായം എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ചെറിയ ശതമാനം പോലും ഗസയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് UN ഏജൻസികൾ വ്യക്തമാക്കുന്നത്. പല ഘട്ടങ്ങളിലും UN ഏജൻസികൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുവെങ്കിൽ പോലും യുനെർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനോ ഇപ്പോൾ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിന് ട്രക്കുകളെ ഉള്ളോട്ട് കടത്തിവിടാൻ റഫ അതിർത്തി തുറക്കാനോ ഉള്ള ഒരു നീക്കവും ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല 15 ലക്ഷം ജനങ്ങളെങ്കിലും താൽക്കാലിക താമസ കേന്ദ്രം അടിയന്തരമായി അവർക്ക് ലഭ്യമാക്കണമെന്നാണ് UN ഏജൻസികൾ ഏറ്റവും അവസാനം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അത്രയും മനുഷ്യർക്ക് താൽക്കാലികമായിട്ട് താമസിക്കാനുള്ള ഒരു കേന്ദ്രങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഭക്ഷണവും വെള്ളവും മരുന്നും പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രതീകാത്മകമായിട്ടുള്ള ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ചില സഹായങ്ങൾ മാത്രമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയും പട്ടിണിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് UN ഏജൻസികൾ ഏറ്റവും അവസാനം മുന്നറിയിപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോ UN-ന്റേതായിട്ടുള്ള വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 10 ലക്ഷം പേരെങ്കിലും ഗസയിൽ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അവർക്ക് അടിയന്തരമായിട്ടുള്ള ചികിത്സകളും അതോടൊപ്പം തന്നെ മറ്റു പരിരക്ഷാ നടപടികളും നൽകേണ്ടതുണ്ട്. അതിന് ഊർജിതമായിട്ടുള്ള നീക്കങ്ങളും പദ്ധതികളും ആവശ്യമാണെന്നാണ് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. ധന്യ.